ഹലോ വെൽക്കം ബാക്ക് ടു ഹാൻഡ്മെയ്ഡ് ബൈ ഹസ്ന. ഇന്ന് നമ്മൾ ഇതുപോലുള്ളൊരു കാലിക്കുപ്പി കൊണ്ട് ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കാണാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതുപോലുള്ളൊരു കാലിക്കുപ്പി എടുക്കുന്നിട്ട് ഇതേ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യണം. നമുക്കിതിൻ്റെ താഴെ ഭാഗം മാത്രം മതി. അപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഞാനൊരു മാക്ക പെന്നുകൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കത്രികയോ കത്തിയെങ്ങാനും വെച്ചിട്ട് നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം. കുപ്പി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ചാക്കുനൂലാണ് വേണ്ടത്. ഈ ചാക്കുനൂല് നമ്മളിപ്പോൾ ഈ മുറിച്ചെടുത്തിട്ടുള്ള ബോട്ടിലിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മുറിച്ച ഒരു ഭാഗത്തു നിന്ന് തന്നെ ഒട്ടിച്ച് തുടങ്ങുക. ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യത്തെ റൗണ്ട് മാത്രം ഹോട്ട് ഗ്ലൂ ആക്കി കൊടുത്താൽ മതി, ബാക്കി താഴോട്ടൊക്കെ ചുമ്മാ ചുറ്റി കൊടുക്കുക. ചുറ്റി താഴെ എത്തുമ്പോൾ നമ്മൾ നൂല് കട്ട് ചെയ്യുന്ന ഭാഗത്തും കുറച്ച് ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുക, അത് അഴിഞ്ഞു വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ നൂല് കൊണ്ടൊന്ന് ചുറ്റിയെടുക്കാം. ഒട്ടും ഗ്യാപ്പില്ലാതെ നല്ല ഭംഗിയായിട്ട് ചുറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഇതേ നമ്മൾ ഈ ഒരു കുപ്പി മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുപ്പിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ ഒരു പീസ് തുണി എടുക്കണം. അപ്പോൾ ഇത് വേസ്റ്റ് ക്ലോത്താണ്, ഞാൻ മുമ്പ് തയ്ച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നൊരു പീസാണ്. ഇതുപോലൊരു വേസ്റ്റ് ക്ലോത്താണ് നമുക്കിതിനായിട്ട് ആവശ്യമുള്ളത്. അപ്പം ഇത് നീളത്തിലുള്ളൊരു പീസാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ബോട്ടിൽ ഇങ്ങനെ കമുത്തി അതിൻ്റെ വാഭാഗം തുണിയിലാക്കി വെക്കുക. എന്നിട്ട് അതൊന്ന് നമ്മൾ ട്രേസ് ചെയ്തെടുക്കണം. അപ്പം ചോക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മാർക്ക് പെന്ന് വെച്ചിട്ടെങ്ങാനും നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു സർക്കിൾ ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കൊരു പീസും കൂടെ വേണം, നീളത്തിലുള്ളൊരു പീസാണ് വേണ്ടത്. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ വെച്ച് അതിനൊന്നിങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കുക തുണി. എന്നിട്ട് എത്രത്തോളം തുണി നമുക്കിത് ചുറ്റാനായിട്ട് ആവശ്യമുണ്ടോ അവിടെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തുണീൻ്റെ രണ്ടറ്റവും കൂടെ കൂട്ടി ഒട്ടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബോട്ടിലിൻ്റെ മുകളിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ ഈ തുണീനെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഹോട്ട് ഗ്ലൂ ഗൺ ഇങ്ങനെ നീളത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് മറ്റേ അറ്റം അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് അളവിൽ ഒട്ടിക്കിട്ടും. ഒട്ടിയതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിലിനെ മെല്ലെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റാം. അത് ഈ ഒരു ഭാഗം കൂടെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നുണ്ട്, അതിനെയും കൂടെ ഒന്ന് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സർക്കിൾ ഷേപ്പ് ഇതിന്മ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേ നമ്മൾ ഇപ്പോൾ ഈ ഒട്ടിച്ച ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ചെയ്ത് തുടങ്ങാം, അറ്റാച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതാണ് ഈ ഒട്ടിച്ച ഭാഗം. ഇതിൻ്റെ ഈ തുണിയുടെ നല്ല ഭാഗം അകത്താണ് കേട്ടോ ഉള്ളത്. അതുപോലെ ഈ സർക്കിൾ ഷേപ്പിൻ്റെ നല്ല ഭാഗം താഴോട്ടായിട്ട് നമ്മളിങ്ങനെ പിടിക്കുക. അപ്പോൾ നല്ല ഭാഗമാണ് നമ്മൾ ഒട്ടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഹോട്ട് ഗ്ലൂ എടുത്തിട്ട് അതിൽ കുറച്ചാക്കി കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി അതിന് ചുറ്റിനും നമ്മൾ ഇതേപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഹോട്ട് ഗ്ലൂ ആക്കണില്ല, ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം അവിടെ ഒരു ഡോട്ട് ഹോട്ട് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേ അവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്നുകൂടെ തിരിച്ച് അവിടെ ഇത്തിരി ഹോട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. അങ്ങനെ ചുറ്റിനും ലാസ്റ്റ് വരെയും നമുക്കങ്ങനെ ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് സൂചി നൂലുകൊണ്ട് തുന്നി കൊടുത്താലും മതി കേട്ടോ, അല്ലെങ്കിൽ സൂയിങ് മെഷീൻ വെച്ചിട്ട് തയ്ച്ചെടുത്താലും മതി. അപ്പം ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ എളുപ്പമുണ്ട്. എന്തായാലും നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് ഹോട്ട് ഗ്ലൂ നമ്മൾ കയ്യിലെടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സർക്കിൾ ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഈ ഒരു തുണീൻ്റെ നല്ല ഭാഗം ഉള്ളിലോട്ട് വരുന്ന പോലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ എക്സ്ട്രാ വരുന്ന ഭാഗം ബാക്കിലോട്ട് ഇതുപോലെ മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഹൈഡായി പൊക്കോളും.
പിന്നെ ഒരു ഭംഗിയാണ് ഇങ്ങനെ കാണുമ്പം. നമ്മളിതിൻ്റെ അറ്റം മടക്കി തുന്നിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ മടക്കി ഒട്ടിച്ചിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളിതിന് മുകളിൽ ഇനി ലേസ് ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അത് ഈ നിൽക്കുന്ന നൂല് ഇതൊക്കെ ഓക്കെയാണ് കേട്ടോ, അത് അങ്ങനെ തന്നെ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു അറ്റം നമുക്ക് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പം ഒന്ന് നീറ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നീറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കിത് ലേസ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ലേസോ അല്ലെങ്കിൽ റിബൺ ആയാലും മതി, സാറ്റൻ റിബണൊക്കെ ഒട്ടിച്ച് കൊടുക്കാം. അതിന് ഈ ഒരു തുണി ഹൈഡ് ആവുന്നത് പോലെ, അതിൻ്റെ അറ്റം ഹൈഡ് ആവുന്നത് പോലെ ചുറ്റിനും ഒട്ടിച്ച് കൊടുക്കാം. റിബൺ മുഴുവനായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു കോഫി മഗ്ഗിൻ്റെ ഷേപ്പിലാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു ഹാൻഡിൽ വേണം. ഹാൻഡിൽ ചെയ്തെടുക്കാനായിട്ട് ഒരു ചെറിയ പീസ് കാർഡ്ബോർഡിൽ ഹാൻഡിൽ വരച്ചെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വരക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് വരച്ചെടുക്കുന്നത്. ഈ ഒരു ഷേപ്പ് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ചാക്ക് നൂല് വെച്ചിട്ട് ഈ ഷേപ്പിൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം. നമ്മൾ ബോട്ടിൽ കവർ ചെയ്തെടുത്ത പോലെ തന്നെ നല്ല നീറ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ കവർ ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഈ രണ്ട് ഭാഗത്തും ഹോട്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഈ കോഫി മഗ്ഗിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതേ കോഫി മഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ 2 എണ്ണം നമുക്ക് ചെയ്യണം. ഞാൻ ഒരെണ്ണം ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നമ്മൾ ചാക്കുനൂലുകൊണ്ട് ചുറ്റിയോണ്ട് തന്നെ നമ്മൾ അടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുമ്പം ഇതിൽ കുറേ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കാണാം, കുറേ നാരുകൾ പൊങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അതിനെ നീറ്റാക്കാനായിട്ട് ഇത് ചെയ്യണം നിർബന്ധമില്ല കേട്ടോ, പക്ഷെ ചെയ്യുമ്പം ശ്രദ്ധിച്ച് ചെയ്യണം. ഒരു ലൈറ്റർ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് തീ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് കംപ്ലീറ്റ് ആ നാരുകളൊക്കെ അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. ഇത് കുട്ടികളൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ചെയ്തില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അതിനൊരു പെർഫെക്ഷൻക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൈ പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ തീ പിടിക്കും. അപ്പം അത് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടും കിട്ടും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് അടുത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം നല്ല നീറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ 2 കോഫി മഗും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ട്രേ ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്കൊരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. എൻ്റെ കയ്യിൽ ഈ ഒരു കേക്ക് ബേസ് ഉള്ളതുകൊണ്ട് ഇത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗോൾഡൻ കളർ താഴെ ഭാഗത്തും ഒരു പൊട്ട ഭാഗം മുകൾ ഭാഗത്തും വരുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് ബേസിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ചാക്കുനൂല് ഇങ്ങനെ ചുറ്റി തുടങ്ങാം ഈ ഒരു സൈഡിൽ വെച്ചിട്ട്. അപ്പോൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരെ മുകളിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, സൈഡിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് ബേസിന് പകരം നമുക്ക് കാർഡ്ബോർഡ് ആണെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചുറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ അകത്തോട്ട് ചുറ്റി നടുവിൽ വെച്ചിട്ട് അവസാനിക്കുന്ന രീതിയിലാണ് നമുക്ക് നൂല് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മളതിൻ്റെ സൈഡിൽ ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട്, അതായത് ഈ ഒരു പൊട്ട ഭാഗത്ത് മുകൾ ഭാഗത്തോട്ട് നമുക്കിങ്ങനെ ചുറ്റി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ ഇങ്ങനെയാണ് ഞാൻ ഈ നൂല് ചുറ്റിയെടുക്കുന്നത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഗ്ലൂ ആക്കിയതിന് ശേഷം അങ്ങോട്ടിങ്ങനെ വിരൽ വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് അതിൻ്റെ ഈ ഒരു വൈറ്റ് ഭാഗം കംപ്ലീറ്റ്ലി കവർ ആവുന്നത് പോലെ കവർ ചെയ്തെടുക്കാം. ട്രേ റെഡി ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് ട്രേ കാണാനായിട്ട്. ഇനി നമുക്ക് ഈ കോഫി മഗ്സിനെ ഈ ഒരു ട്രേൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം കോഫി മഗിൻ്റെ താഴെ ഹോട്ട് ഗ്ലൂ ആക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് 2 മഗും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഈ ട്രെയിനിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ച് കൊടുക്കാം, കുറച്ച് റോസസൊക്കെ ഒട്ടിച്ച് കൊടുക്കാം, ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിത് സിമ്പിളായിട്ട് കാണാനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. ഇതേ ഒരു ഓർഗനൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ടേബിളിൻ്റെ മുകളിൽ സ്റ്റേഷനറി ഒക്കെ ഇട്ട് വെക്കാം. കളർ പെൻസിൽസും പെൻസൊക്കെയാണ് ഇപ്പം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷസൊക്കെ ഇടാനായിട്ട് ഉപയോഗിക്കാം. അപ്പം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വേസ്റ്റിൽ നിന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ബേസ് ബോട്ടിലാണെന്നുണ്ടെങ്കിലും ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും കാർഡ്ബോർഡ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വേസ്റ്റ് മെറ്റീരിയലാണ്. അപ്പം വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.
എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.